ഹലോ വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സി വി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ചാറ്റ് ജി പി ടി വഴി ചെയ്യുമ്പോൾ ആ ഒരു കീവേഡ്സും കാര്യങ്ങളും കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ടീൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ലിങ്ക്ഡിൻ നിന്നാണ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ടീലിൽ അതെങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ജോബ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്കതിലേക്ക് കോപ്പി ചെയ്യാം. tealhq.com എന്നാണ് ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ടീൽ റെസ്യൂം ബിൽഡർ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു JD കോപ്പി പേസ്റ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ലിങ്ക്ഡിനിൽ ഇത് കണക്റ്റഡ് ആണ്, ഒരു എക്സ്റ്റൻഷൻ ഗൂഗിൾ ക്രോമിന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് ലിങ്ക്ഡിനിലുള്ള എല്ലാ പോയിൻറ്റ്സും ഇതിലേക്ക് ആഡ് ആവുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു JD ഏതെങ്കിലും ഒരു പോയിന്റിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ എല്ലാം കൂടി മാച്ച് ആയിട്ട് ഒരു 100% ആയിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ ആ ഒരു കീവേഡ്സ് രണ്ട് സൈഡിലും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ 100% ആയിട്ട് കാണിക്കുന്നത്. ഇനി നമുക്കിത് പെയ്ഡായിട്ടും ചെയ്യാൻ പറ്റും, അല്ലാതെ പേ ചെയ്യാതെയും നമുക്ക് ഈ ടീൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ടീൽ പേ ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പം കുറച്ച് മിസ് ആൻഡ് മാച്ച് വെച്ചിട്ട് നമുക്ക് ഓരോ ലൈനിൽ ആദ്യമേ നമ്മൾ ഈ ഒരു JD നല്ല രീതിക്ക് ഒന്ന് വായിച്ച് കീവേഡ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള അറിവിലുള്ള ആ ഒരു സെൻറ്റൻസിൽ വരുന്ന കീവേഡ്സ് ആദ്യം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ബാക്കി വേണ്ടാത്ത വേർഡ്സൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ആ ഒരു ടൈപ്പ് നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് കീവേഡ്സ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല, ഇത് പ്രാക്ടീസ് ഹാസ് ടു ബി സ്ട്രോങ് എന്നൊക്കെയുള്ള വേർഡ്സ് നമുക്ക് മാറ്റാം. ഇതിൽ വരുന്ന ഒരു എനിക്ക് തോന്നുന്ന ഒരു കീവേഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രാക്ടിക്കൽ, എഫിഷ്യൻറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ സൊല്യൂഷൻസ് എന്നൊക്കെ ഉള്ള ആ ഒരു വേർഡ്സൊക്കെ ഒരു കീവേഡായിട്ട് വരുന്ന വേർഡ്സാണ്. അതുപോലെ അങ്ങനെ തോന്നുന്ന വേർഡ്സുകൾ, അപ്പോൾ ഇതിനകത്ത് സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇതൊരു നമ്മുടെ ഒരു കീവേഡാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്ന് വീതം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ ലൈനിൽ നിന്നും കീവേഡ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഫുള്ളായിട്ടൊരു JDക്കകത്തുനിന്ന് നമ്മൾ ആദ്യം അങ്ങ് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ഒരു കീവേഡ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതാണ് 80% എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ ആ 80 എന്നുള്ളത് കുറച്ചും കൂടെ വേർഡ്സ് കുറയും, ബട്ട് ആ ഒരു 80 അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ നമ്മൾ JD ഒന്നും കൂടെ ഓരോ പാരഗ്രാഫ് വീതം ഇതിന് കൂട്ടത്തിൽ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ പാരഗ്രാഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ കീവേഡ്സ് ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ആവും. ആ ഒരു വലിയ പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാനാണ് ആദ്യം നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കീവേഡ്സ് നമ്മൾ എടുക്കേണ്ടതും. ഈ ഒരു JDക്കകത്തുനിന്ന് ഓരോ ലൈൻ വീതം കളഞ്ഞെടുക്കുന്നതിലും കുറച്ച് എളുപ്പമാണ്. നമ്മുടേതായിട്ടുള്ള കീവേഡ്സ് കുറേ കിട്ടുമ്പോൾ ഒരു 80% കിട്ടിയെങ്കിൽ അത് നല്ലതാണ്. ഈവൻ ആ 80% വെച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പക്ഷേ ഇത് ചാറ്റ് GPT ഇടുന്ന സമയത്ത് ഈ 80 പോലും കിട്ടത്തില്ല എന്നുള്ളതാണ് ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. അതിലൊരു 40% ഒക്കെ നമുക്ക് ആ ഒരു ചാറ്റ് GPT വെച്ചിട്ട് ആ ഒരു പെർസെൻറ്റേജ് കാണിക്കുകയുള്ളൂ. നമ്മൾ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എല്ലാം നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. നല്ല വേർഡ്സും അതുപോലെ സ്ട്രോങ് ആക്ഷൻ വേർഡ്സും എല്ലാം അതിനകത്തുണ്ട്. പെർസെൻറ്റേജ്, നമ്പേഴ്സ് എല്ലാം ചാറ്റ് GPTയിൽ നമുക്ക് ഓരോ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ കീവേഡ്സ് മിക്കതും മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു കീവേഡ്സ് എല്ലാം വീണ്ടും ഓരോ പാരഗ്രാഫ് വീതം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡായി കിട്ടുന്നുണ്ട്. ആ ഒരു മിസ് ആൻഡ് മാച്ചിൽ നമുക്ക് ഓരോ വേർഡ്സ് ഒന്നും കൂടെ കുറച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കാണാനും പറ്റും അതിൻ്റെ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ആ ഒരു വാല്യൂ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാനും പറ്റും. ഈസി ആയിട്ട് തന്നെ നമുക്കത് ഒരു 15 മിനിറ്റ്സിൽ ഈ ഒരു കീവേഡ്സൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഈസി എന്ന് ആദ്യം എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് കുറച്ച് 2-3 CVs ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ഒരു സ്പീഡിലോട്ട് വരിക. ഏതൊക്കെ വേർഡ്സ് ആയിരിക്കാം കീവേഡ്സ് എന്നൊക്കെയുള്ളൊരു ഐഡിയ വരിക. ഇപ്പോൾ ഒരു 93%ലേക്ക് നമ്മൾ ഈ ഒരു മിസ് ആൻഡ് മാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ആ ഒരു 100% തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഒരു 90 എബോ ഒക്കെ ആണെങ്കിൽ ഏകദേശം നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ CV ക്രിയേഷനിലോട്ട് പോകാവുന്നതാണ്. ഇവിടെ ഞാനിത് കാണിക്കേണ്ടത് കൊണ്ട് തന്നെ ഒരു 100% ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വേർഡ്സ് വീണ്ടും നമ്മൾ ആ ഒരു JDക്കകത്തൊന്ന് നോക്കിയിട്ട് കറക്ഷൻസ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊരു 15 മിനിറ്റ്സാണ് ഈ ഒരു കീവേഡ് ഒക്കെ മൊത്തത്തിലൊന്ന് എടുത്ത് CV എല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിനകത്തുനിന്ന് ടീലിനകത്തുനിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 93 ആയപ്പോഴത്തേക്കും ഇത്രയും വേർഡ്സാണ്
അപ്പോൾ ഓരോന്ന് വീണ്ടും ഞാൻ നോക്കിയിട്ട് അതെ ഇപ്പോൾ 100%ിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടീലിൻ്റെ പ്രോഗ്രാം ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ആ ഒരു 100%ൽ. ഇനി നമ്മൾക്ക് അതിനകത്തുനിന്ന് അത്രയും കീവേഡ്സ് തന്നെ കോപ്പി എടുത്തിട്ട് ഇനി ChatGPTയിലോട്ട് പോവുകയാണ്. അതിന് മുൻപ് നമ്മൾ കുറച്ച് പ്രോംസ് ഉണ്ട്. ആ പ്രോംസ് ഉപയോഗിച്ചാണ് നമ്മൾ ആ CV ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ChatGPTയുടെ ചെയ്യുമ്പം നമ്മൾ ആ ഒരു പ്രോംപ്റ്റ് ഞാൻ വേർഡിലേക്ക് കുറച്ചൊന്ന് കോപ്പി ചെയ്തിട്ട് എൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് എൻ്റെ ആ ഒരു പഴയ CV എല്ലാം വെച്ചിട്ട് ഒരു പ്രോംപ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നതൊക്കെയാണ് എനിക്ക് വേണ്ടുന്നത്. അതിലൊരു അഡീഷനായിട്ട് ഈ ഒരു കീവേഡ്സിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു കീവേഡ്സ് ടീയിൽ നിന്ന് വന്ന കീവേഡ്സ് ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്ക് ടീയിൽ നിന്ന് കിട്ടിയത് തന്നെ ബട്ട് ഒന്ന് കോമായിട്ട് കറക്റ്റാക്കി ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സെൻറ്റൻസുകൾ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ChatGPT തരുന്ന ഓരോ ബുള്ളറ്റ് പോയിൻറ്റ്സും. ഞാനൊരു 4 ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ് എൻ്റെ റെസ്യൂമേൽ ഒരു 1 പേജ് CV ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റോളിനനുസരിച്ച് 4 ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ ഷോർട്ടായിട്ടുള്ള വളരെ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 180 ക്യാരക്ടേഴ്സ് എങ്കിലും ഒരു ലൈനിൽ വരണം എന്നുള്ള രീതിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അതേ പ്രോംപ്റ്റിൽ തന്നെ കീവേഡ്സ് ഉൾപ്പെടണം എന്നുകൂടി നമ്മൾ കൊടുത്തില്ലെങ്കിൽ ChatGPT ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് അതിനകത്തോട്ട് കൊടുക്കില്ല. സോ അതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സിൽ നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുകൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് അത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിറയെ വാല്യൂസൊക്കെയുള്ള പെർസെൻറ്റേജ് അധികം കൊടുക്കാതിരിക്കാൻ അത് പ്രത്യേകം നമ്മൾ എഴുതി കൊടുക്കണം. പെർസെൻറ്റേജ് വേണ്ട, ബട്ട് നമ്പേഴ്സാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കിട്ടിയ CV കൊണ്ടുവന്നിട്ട് നമ്മൾ ടീലിലേക്ക് ഇടുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയാണ് ആ ഒരു 93% എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു കീവേഡ്സിൻ്റെ കൂടെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സിന് വേണ്ടിയിട്ട് അതും കുറച്ച് പ്രോംപ്റ്റുകൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഒന്നും കൂടെ ChatGPT എടുത്ത് പറഞ്ഞ് ഒന്നും കൂടെ റിഫ്രഷ് ആയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു പ്രൊഫൈൽ സമ്മറി ഏകദേശം ഒരു 350 ക്യാരക്ടേഴ്സ് മതി എന്നാണ് ടീൽ പറയുന്നത്. അപ്പോൾ നമ്മൾ 350 അതിൽ വെച്ചിട്ട് ഏകദേശം ഒരു ബുള്ളറ്റ് പോയിൻറ്റിൽ കൊണ്ടിടുവാണെങ്കിൽ എത്ര വേർഡ് കൗണ്ട് ഉണ്ടെന്ന് അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കത് ഷോർട്ടൻ ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ നമുക്ക് കിട്ടിയതെല്ലാം ഏകദേശം 93% ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് CVയിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നല്ല ക്ലിയർ ആയിട്ടുള്ള 1 പേജിന് പറ്റുന്ന രീതിയിലുള്ള ഒരു CV നമുക്ക് കീവേഡ്സോട് കൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ 93% നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കീവേഡ് എല്ലാം വന്നിരിക്കുന്ന ആ ഒരു CV നമ്മൾ സേവ് ചെയ്തിരിക്കുകയാണ്. ഒരു PDF ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അതുപോലെ ഒരു വേർഡ് ഫയലും ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സേവ് ചെയ്തതിന് ശേഷം നമുക്കിനി ലിങ്ക്ഡിനിലേക്ക് പോവാം. ദെൻ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ഈസി അപ്ലൈ കൊടുത്തിട്ട് നേരെ PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു റെസ്യൂമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ നോർമലി ChatGPT മാത്രം യൂസ് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.